ഞാൻ എപ്പോഴും പ്രസംഗിക്കും പറയും 7 കൂട്ടം കാര്യം അമ്മമാര് പെൺപിള്ളേരെ ശീലിപ്പിക്കണമെന്നാ. 7 കൂട്ടം കാര്യം. ഒന്ന് വായിച്ചു, സന്ദർഭം വന്നുകൊണ്ട തീത്തോസിന്റെ ലേഖനം 2-ാം അധ്യായത്തിന്റെ 1 മുതൽ വായിച്ചു. തീത്തോസ് 2:1 മുതൽ. ആ രാജനെ വിളിച്ചേ തമാച്ചാൻ വല്ലോ വന്നു അല്ല. ഉപദേശത്തിന് ചേരുന്നത് പ്രസ്താവിക്കാം. വൃദ്ധന്മാർ നിർമ്മതവും ഗൗരവവും സുബോധമുള്ളവരും വിശ്വാസത്തിലും സ്നേഹത്തിലും സഹിഷ്ണുതയിലും ആരോഗ്യമുള്ളവരും ആയിരിക്കണമെന്നും വൃദ്ധമാരും വൃദ്ധ അമ്മ മാതാവ്, വൃദ്ധ എന്നുള്ള പ്രയോഗമാണെങ്കിലും അമ്മ എന്നെടുത്തു. വൃദ്ധമാരും അങ്ങനെ തന്നെ നടപ്പിൽ പവിത്ര യോഗ്യമാരും പിന്നെ ഏഷണി പറയാത്തവരും വീഞ്ഞിനെ അടിമപ്പെടാത്തവരും ആയിരിക്കണമെന്നും പിന്നെ ദൈവത്തിന്റെ വചനം ദുഷിക്കപ്പെടാതിരിക്കേണ്ടതിന് യൗവനക്കാരിത്തികളെ ഇങ്ങോട്ട് നോക്കിക്കേ. ഷൂപാസ്റ്റർ വായിച്ചു തരുന്നതുകൊണ്ട് നിങ്ങൾ എല്ലാരും ഇപ്പൊ എന്നെ നോക്ക്, നിങ്ങൾക്ക് ഞാൻ അവസരം തരാം. മുകളിൽ പറയാ വൃദ്ധമാർ എന്ന് പറഞ്ഞ അമ്മമാര്. ഇപ്പൊ വായിക്കാം യൗവനക്കാരിത്തികളെ, പെൺപിള്ളേര്. അങ്ങനെ അങ്ങോട്ട് ചിന്തിച്ചോ, നമുക്ക് മനസ്സിലാകുന്ന ഭാഷ. അമ്മമാര്, പെൺപിള്ളേര്, അങ്ങനെ ചിന്തിക്കണം. മുകളിൽ പറഞ്ഞു വൃദ്ധമാർ, താഴെ പറയാ യൗവനക്കാരിത്തികളെ. നമുക്ക് മനസ്സിലാകുന്ന ഭാഷ പറഞ്ഞ അമ്മമാര്, പെൺപിള്ളേര്. യൗവനക്കാരത്തികളെ ഭർത്തൃപ്രിയമാരും. 1 ഭർത്തൃപ്രിയമാരും, 2 പുത്രപ്രിയമാരും, 3 സുബോധമുള്ളവരും, 4 പാതിവൃത്യമുള്ളവരും, 5 വീട്ടുകാര്യം നോക്കുന്നവരും, 6 ദയയുള്ളവരും, ഭർത്താക്കന്മാർക്ക് കീഴ്പ്പെടുന്ന, 7 ഭർത്താക്കന്മാർക്ക് കീഴ്പ്പെടുന്നവരും ആയിരിക്കാൻ ശീലിപ്പിക്കേണ്ടതിന്. ഇങ്ങോട്ട് നോക്കിക്കേ, കുനിഞ്ഞു കിടക്കരുത്. ഇനിയിപ്പോ കുറച്ചു നേരത്തേക്ക് നിങ്ങൾ വായിക്കണ്ട, ശിവപാസ് വായിച്ചു തരും. എന്നിട്ട് നിങ്ങൾക്ക് വായിക്കാൻ ഞാൻ വേറെ വാക്യം തരാം. എന്താ? ചാടിക്കയറി വായിക്കരുതേ. അപ്പോൾ അമ്മമാര്, പെൺപിള്ളേര് 7 കൂട്ടം കാര്യം ശീലിപ്പിക്കേണ്ടതിന്. അങ്ങനെ എഴുതിയേക്കുന്നത്. അങ്ങനെ അപ്പൊ ഇത് നേരത്തെ ശീലിച്ചു വരുന്നതല്ല, ശീലിപ്പിക്കണം. ആര് ശീലിപ്പിക്കണം? അമ്മമാര് ശീലിപ്പിക്കണം. ആരെ ശീലിപ്പിക്കണം? മക്കളെ, പെൺപിള്ളേരെ ശീലിപ്പിക്കണം. ഞാൻ ഇന്ന് അതെല്ലാം കൂടെ വിശദീകരിച്ച് പറഞ്ഞാൽ ചിലര് വൈകിട്ട് യോഗത്തിന് വരികയല്ല. ചിലര് മിക്കവാറും ഇനി ഉപവാസ പ്രാർത്ഥനയ്ക്കും വരാൻ സാധ്യത കുറവാണ്. ചിലര് ഓൺലൈനിൽ നിന്നും പോകാൻ സാധ്യത ഉണ്ട്. ഉള്ളവര് മതിയെന്നാ ഷിനിപ്പാസ് പറഞ്ഞത്. ആയിക്കോട്ടെ, ദൈവത്തിന് മഹത്വം. നിങ്ങൾ ചിന്തിക്കുന്നത് അയ്യോ ഞങ്ങൾ 5-8 സഹോദരിമാര് വന്നിരുന്നു, ഇയാൾ എന്ന് വന്നാലും ഞങ്ങളുടെ ഉച്ച തല്ലി പറിക്കാതെ. നിങ്ങളുടെ കാര്യം മാത്രമല്ല, അനേക സഹോദരിമാരുണ്ട്. അമ്മമാർക്കും പെൺപിള്ളേർക്കും എല്ലാം ഇത് ഗുണമാകണ്ടേ? ഈ പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ അവസാനം പിന്നെ കിടന്ന് കുഴയാനാണെങ്കിൽ കുഴഞ്ഞ ആൾക്കാർ ഈ പ്രാർത്ഥന കഴിയുമ്പോൾ ക്രമീകരണത്തിൽ വരണം. അതാണ് നടക്കേണ്ടത്. അപ്പൊ അമ്മമാര് പെൺപിള്ളേരെ 7 കൂട്ടം കാര്യം ശീലിപ്പിക്കണം. എന്തൊക്കെയാ? 1 ഭർത്തൃപ്രിയരാകാൻ അമ്മ പെൺപിള്ളേരെ ശീലിപ്പിക്കണം. ഞാനിത് ധാരാളം പ്രസംഗിച്ചിട്ടുള്ളതാ, എന്നാലും ഒന്നുകൂടെ പറയാ. ഭർത്തൃപ്രിയര് അത് അമ്മ ശീലിപ്പിക്കണം. എങ്ങനെ? ആദ്യം അമ്മ ഭർത്താവിനെ ബഹുമാനിച്ചും സ്നേഹിച്ചും ശുശ്രൂഷിച്ചും കീഴ്പ്പെട്ടും വിനയത്തോട് ഇടപെടുന്നത് മകള് കണ്ടു പഠിക്കണം. ഇത് അമ്മ കാലുമടക്കി ഭർത്താവിനെ അടിച്ച് കണ്ടെത്തി കിടക്കുക, അല്ലെ കനാലിൽ ഒറ്റ അടിക്കാള് കനാലിൽ കയറി വന്നപ്പോ അടുത്ത കാലിന് ഒരു അടിയും കൂടെ. അതാ മകള് കണ്ട് പഠിച്ചേക്കുന്നത്.
മിണ്ടുന്നില്ലല്ലോ. അമ്മ ഒറ്റയടിക്ക് കനാലിലിട്ട് പുള്ളിയെ. പിന്നെ അപ്പുറത്തെ അച്ചായനാ പുള്ളിയെ വലിച്ച് കയറ്റി 2 ദിവസം പുള്ളിയുടെ വീട്ടിൽ കൊണ്ട് താമസിപ്പിച്ചു. ഇത് കണ്ട മോള് കൊച്ചിലെ പണ്ടൊരു വീട്ടിൽ കല്യാണം ആലോചിക്കാൻ ചെന്നപ്പം ചോദിച്ചു, എവിടെ പോവാ? ഞങ്ങളാണ്ട് ആ വീട്ടിൽ കല്യാണം ആലോചിക്കാൻ. അവിടുത്തെ പെണ്ണിനെ. ഏത് വീടാ? ഇന്ന വീട്. ഓ, എങ്ങനുണ്ട് ആൾക്കാർ? വന്നവര് ചോദിക്കുക. അങ്ങനെ സ്വാഭാവികമാണല്ലോ ചോദിക്കല്ലേ, എങ്ങനെയുണ്ട് അവര്? പിന്നെ അയലത്തുകാരൻ പറയാ, ആ തോടുള്ളത് കൊണ്ട് അവിടുത്തെ അച്ചായൻ രക്ഷപ്പെടുന്നെന്ന്. മുന്നിലൊരു വലിയ തോടുണ്ട്. ഈ തള്ള നല്ലാൻ വരുമ്പോ പുള്ളി നീട്ടി ചാടും തോട്ടിലോട്ട്. തോട്ടോടെ അടി പുള്ളി ഉണ്ടയിട്ട് അടി. പിന്നെ തള്ളി അരിശം കയറി പോകുമ്പോ അയാൾ പയ്യെ പൊങ്ങി വന്ന് നോക്കും, അവള് പോയോന്ന്, മേരി പോയോന്ന്. ഈ അടുത്ത കാലത്ത് ഒരു സഹോദരി എന്നോടല്ലെങ്കിലും പറയുന്നത് ഞാൻ കേട്ടു. ആദ്യ സമയത്തൊക്കെ ഞാൻ തല്ലുകൊള്ളുമായിരുന്നു, ഇപ്പൊ ഞാൻ തിരിച്ചു തല്ലുവന്ന്. അയ്യോ, ഞാൻ കള്ളം പറഞ്ഞതല്ല. ആദ്യ സമയത്തൊക്കെ ഞാൻ തല്ലുകൊള്ളുമായിരുന്നു, ഇപ്പൊ ഞാൻ തിരിച്ചാ കൊടുക്കുന്നെന്ന്. പിന്നെ നടന്ന കാര്യമാണ്. സ്തോത്രം. സ്ഥലവും പേരും ഒന്നും ഞാൻ പറയത്തില്ല, എനിക്ക് വളരെ തിട്ടമുള്ളതാ. നിന്നെ ഞാനൊന്ന് ശരിയാക്കുമെന്നും പറഞ്ഞ് പുള്ളി അകത്തോട്ട് കയറും. തല്ല് മേടിക്കുന്നെല്ലാം പുള്ളി തന്നെ. പുള്ളി തിരിച്ചു, കുറെ നാളായി ഞാൻ വേണ്ടെന്ന് പുള്ളി തന്നെ തല്ല് മേടിച്ചുകൊണ്ട് വെളിയിലോട്ട് ഇറങ്ങുന്നത്. അവളത് നല്ല താങ്ങ്. കുറെ നാളായി ഞാൻ. 2 പേര് ഇപ്പോഴും ഉണ്ട്. സ്തോത്രം. അപ്പൊ അമ്മമാരിൽ ഇതെല്ലാം പഠിക്കേണ്ടത്. അമ്മ ശീലിപ്പിക്കണം, ഭർത്തൃപ്രിയരാകാൻ ശീലിപ്പിക്കണം. രാവിലെ എഴുന്നേറ്റ ഉടനെ അമ്മ പറയണം, എടി ചായന് കാപ്പി കൊണ്ട് കൊടുക്കാൻ പറയണം. ചാൻ കുടിച്ചതുവാ. അയാൾ പെരക്കി വിറ്റ് നിനക്ക് തങ്ക കാപ്പി താടി പിന്നെ കൂപ്പി. ഇത് അമ്മ ശീലിപ്പിക്കണം. രാവിലെ കാപ്പി ഇട്ട ഉടനെ എടി ചായന കൊണ്ട് കൊടുക്കാൻ പറയണം. വേണ്ടേ? അത് കണ്ട് ശീലിച്ചാൽ ഈ പെൺകുട്ടിക്ക് ദൈവം ആയുസ്സും ആരോഗ്യം കൊടുത്തൊരു കുടുംബജീവിതത്തിൽ പ്രവേശിക്കുമ്പോൾ അവൾ ആദ്യം കാപ്പിയിട്ട് ചെല്ലി എന്തിക്കാം. പിന്നെ ഞാൻ കാപ്പി കൊടുക്കാൻ, ഞാൻ വിഷം കൊടുക്കാനിരിക്കുക. എന്നോട് ചെയ്തതും കഷായം. കാപ്പി കൊടുക്കാനിരിക്കുക. എന്നോട് പ്രവർത്തിച്ച് തോർത്താ ഞാൻ പനാമറ് കലക്കി ഇയാൾക്ക്. ഞാൻ എന്ന് ഇച്ചിരി ഗുണദോഷം പറയട്ടെ. നിങ്ങളുടെ അഭിപ്രായം പറ. ആട്ടെ, നിങ്ങൾ പിന്നെ പറയരുത് ഒന്ന് വചനം ഒന്നും. ഗുണദോഷം. സ്തോത്രം. ഇവിടെ ഇരിക്കുന്നവർക്ക് മാത്രമല്ല, ഓൺലൈനിലുള്ള അനേകർക്ക് അത് പ്രയോജനമാകണം. നമ്മൾ ആരും പൂർണ്ണരല്ല, എല്ലാം തികഞ്ഞല്ല ഈ ഭൂമിയിലോട്ട് വന്നിരിക്കണം. ഓരോ ദിവസവും നമ്മളെ ജീവിതം ക്രമീകരിക്കുക. സ്തോത്രം അല്ലേ? അപ്പൊ അമ്മയിൽ നിന്നാണ് ഇത് പഠിക്കുന്നത്. പണ്ടൊക്കെ അമ്മമാര്, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? ഞാൻ പഴയ രീതി വെച്ചാൽ കൂടുതലും പറഞ്ഞത്, പണ്ടൊക്കെ വീട്ടിൽ ഭക്ഷണം അന്നൊക്കെ പരാധീനതയും ബുദ്ധിമുട്ടും ഒക്കെ അല്ലേ. അപ്പൊ അമ്മ അന്നൊക്കെ ഒരു കൂട്ടാനേ കാണുള്ളൂ മിക്ക വീട്ടിലും. സാധാരണക്കാരുടെ വീട്ടിൽ ഒരു കൂട്ടാൻ. ഞങ്ങളുടെ കഞ്ഞിയമ്മ മിടുക്കിയായിരുന്നു. പുള്ളിക്കാരി വലിയ മിടുക്കിയ. ഈ അപ്പനെ ഇടയ്ക്ക് കുടിച്ചേച്ച് വന്ന് ബഹളം ഉണ്ടാക്കും. കഞ്ഞിയമ്മേനെ തല്ലത്തില്ല, തല്ലാൻ സാധ്യത കുറവാ. അപ്പം പുള്ളി ബഹളം ഉണ്ടാകും. പുള്ളിക്ക് 2-3 കൂട്ടാൻ കറി വേണം.
കൂട്ടാൻ 2-3 ഇത് വേണം. അത് കഞ്ഞമ്മ എന്നോട് പറഞ്ഞതാ. ഞാൻ ചെയ്യുന്നത് ഉണക്കമീനും ചേമ്പും എല്ലാം കൂടെ ചാറ് വെക്കും. പുള്ളി കുടിച്ച പഴുവക്കേടില്ല വരുന്നത്. പുള്ളി ചേമ്പെല്ലാം കൂടെ ഒരു പ്ലേറ്റിനകത്ത് വെക്കും, പീലീസിനകത്ത്. ഉണക്കമീനും ചേമ്പും ചാറും കൂടെ ഒരു പീലീസിൽ വെക്കും. ഉണക്കമീനും ചാറും കൂടെ ഒരു ചട്ടിന്നാ. അപ്പൊ പുള്ളി ഇതെല്ലാം കഴിച്ചു പറയും, എന്റെ ഭാര്യയാണ് മിടുക്കി, അവൾ എന്റെ ഇഷ്ടം അനുസരിച്ചാ. അപ്പൊ അപ്പുറത്തെ കൊച്ചമ്മ ചോദിച്ചു, എന്ത് വന്നിട്ട്? എനിക്ക് 3 കൂട്ടാൻ കൊണ്ടുവരാൻ ഞാൻ കഴിക്കും. അവൾ എന്നും 3 കൂട്ടാൻ എനിക്ക് തരും, ഒരു ചട്ടിന്നാ. അപ്പൊ ഞങ്ങളുടെ കഞ്ഞിയമ്മ ആരാന്ന് പിടികിട്ടി കാണുമല്ലോ. ആ കഞ്ഞിയമ്മയുടെ കൊച്ചുമോനാ ഞാൻ. അല്ലെ, ചിലടത്ത് ബുദ്ധിയോടെ ചെയ്യേണ്ടത് ചെയ്യണ്ടേ? വിവേകം വേണ്ടേ? പണ്ട് നമ്മൾക്ക് വേണ്ടപ്പെട്ട അച്ഛൻ പറയും, ഓ മീൻ കൊടുത്താലും അവള് ചീരയെ കറി വെക്കുവുള്ളൂ. നാളെ ഞാൻ വാള കൊണ്ട് കൊടുത്തു, ചീര കറി വെച്ചു. പുള്ളി എപ്പോഴും ഇതാ. അപ്പൊ കേൾക്കുന്നവരൊക്കെ എനിക്കോടി വാള കൊണ്ട് കൊടുത്തപ്പോ ചീര കറി വെച്ച്. ചോദിച്ചപ്പോഴാ ഭാര്യയുടെ പേര് ചീര എന്നാ. അവിടെ ഭാര്യയുടെ പേര് ചീരമ്മ. അതാ പുള്ളി പറഞ്ഞത്. ഓ വാള കൊണ്ട് കൊടുത്താലും ചീര, എന്ത് കൊടുത്താലും ചീര കറി വെക്കും. അപ്പൊ കൂട്ടുകാർ ചീര തന്നെ കൂട്ടുന്ന എങ്ങനെ? അപ്പൊ ഒരാള് ബുദ്ധി, ചീര, അവിടെ പേര് ചീര എന്നാണ്, ചീരമ്മ. വിവേകത്തോടെ ചെയ്യണ്ടേ? അപ്പൊ അമ്മയിൽ നിന്നാണ് ഇതെല്ലാം പഠിക്കുന്നത്. എന്തുവാ? അപ്പൊ അമ്മ രാവിലെ എഴുന്നേറ്റ് കട്ടൻ ഇടുമ്പോ അടി അച്ചായന് കട്ടൻ കൊടുക്കാൻ പറയണം. ഞങ്ങളുടെ അമ്മ അന്ന് ഞങ്ങൾക്ക് എനിക്കൊന്ന് ചെറിയ കട്ടിലും ഒരു വലിയ കട്ടിലും ഉണ്ട്, അതൊക്കെ ഉള്ളു. പക്ഷെ അച്ചായൻ കിടക്കുന്ന കട്ടിലേൽ ഇരുത്തുകയിലായിരുന്നു അമ്മ. അതിന്റെ ശാസ്ത്രീയ വശം എന്നാന്നും ഒന്നും എനിക്കറിയാൻ മേല. ആ കട്ടിലേലിരിക്കാൻ ഞങ്ങളുടെ അമ്മ എന്നാടാ അപ്പം കിടക്കുന്ന നാട്ടിലേക്ക് കയറി കാലും വീശിയിരിക്കുന്നേ? അമ്മ ചോദിക്കുന്ന ഡയലോഗാ, ഇരുത്തുകയല്ല. ആ ചെല്ലനുണ്ട്, എനിക്ക് അത്ര കാല് വീശണ, ഞാൻ ആ കട്ടിലിട്ടിരുന്ന് കാല് വീശാൻ പറയും. ഞങ്ങളുടെ അമ്മ അങ്ങനെയായിരുന്നു, ഇരുത്തുകയല്ല. എന്നാ അമ്മ അടിക്കും. ഇന്നോ അപ്പനെ ഒരു കട്ടിലേലും കിടത്തുകയല്ല. പിന്നെ അപ്പന്റെ കാട്ടില് അപ്പം പറയടി കട്ടിലെ പിന്നെ കട്ടിലെ എങ്ങാണ്ട് ചാർത്തിലെങ്ങാനും പോയി അയാളൊരു ചാക്ക് എടുത്തോണ്ട് ആ കുടുംബത്തിലെ കാരണവരിയ്ക്കുന്ന കസാരെ വേറെ ആരെ ഇരുത്തുകയല്ല. ചില വീടുകളിൽ ചെല്ലുമ്പം ചാരു കസാര കാണും, അവിടുത്തെ കാരണവൻ ഇരിക്കുന്നതാ, ആരും ഇരിക്കുകയല്ല. ഞങ്ങളെ ബഹുമാനപ്പെട്ട CV ജോൺ പാസ്റ്ററുടെ വീട്ടിൽ പോയി, അപ്പച്ചൻ ഇരിക്കുന്നൊരു കസാര. എന്റെ കൂടെ വന്നവരുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല, മോശമില്ലയോ. അവിടെ 5-6 കസാര കൊണ്ടുപോകും, അതിലൊന്നും ഇരിക്കലും ഒരുത്തം കയറി ആ കസാര ഇരുന്ന്. അയ്യോ ഈ പോതക്കേടുകാര്. നല്ല പറ്റിയ ആളായിരുന്നു പൊടിയമ്മ. പൊടിയമ്മാമ്മ അവിടെ ഉണ്ടായിരുന്നു. പൊടിയമ്മ ഇങ്ങോട്ട് വന്ന് നോക്കിയപ്പം ഈ കൂടെ വന്നൊരുത്തൻ അപ്പച്ചൻ ഇരിക്കുന്ന കസാര. പൊടിയമ്മ ഒരു ഭാഷ പറഞ്ഞു, അവൻ പിന്നെ ഒരു കസാരയിൽ വരുന്നില്ല. ഞാനത് വേണേ ലളിതമായിട്ട് പറയാം. പൊടിയമ്മ വെച്ചടാ, ഇത്രയും കസാര കിടന്നിട്ട് നീ അപ്പച്ചൻ ഇരിക്കുന്ന കസാര അങ്ങനല്ല പറഞ്ഞത്. ഇപ്പൊ നിങ്ങളുടെ ആഗ്രഹം എന്നതാ പൊടിയമ്മ പറഞ്ഞത്? യോഗം കഴിഞ്ഞ് പറയാം, മൈക്ക് കൂടെ പറയത്തില്ല. നമ്മളൊരു വീട്ടിൽ ചെല്ലുമ്പോൾ ശ്രദ്ധിക്കണം, വേണ്ടേ? ശ്രദ്ധിക്കണം. നേരെ ആ വലിയ പിടിക്കുന്ന കസേര കിടന്ന് ആടുക. അങ്ങനെ ഇറങ്ങി വന്നപ്പം പുള്ളിക്കാത്താര അയ്യോ എന്നെ വിവരദോഷികളൊക്കെയാന്ന. അതല്ലെങ്കിൽ അവര് പറയും ഇങ്ങോട്ടിരുന്നു,
വേണ്ടേ?